സ്വന്തം അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു വാർത്ത കേട്ട് നമ്മളെല്ലാം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഇതെല്ലാം ഈ സമൂഹത്തിൽ നടക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ നമുക്കെല്ലാം ഭയം തോന്നുകയാണ്. ഇതിൻ്റെ എല്ലാം മൂല കാരണം എന്ന് പറയുന്നത് അമിതമായ ലഹരി ഉപയോഗം മാത്രമാണ്. സ്വന്തം മകൻ, 25 വയസ്സ് പ്രായമുള്ള മകനാണ് സ്വന്തം അമ്മയെ അതിക്രൂരമായി കൊല ചെയ്തത്. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങുകയും ചെയ്തു. അമിതമായ ലഹരിയായിരുന്നു ഇയാൾ ഉപയോഗിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. ഇയാൾ ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരുന്നതാണ്. അമിതമായ ലഹരി ഉപയോഗം കാരണമാണ് ഇയാളിപ്പോൾ ഈ ഒരു ഹീനമായ പ്രവൃത്തി ചെയ്തത്, അതും സ്വന്തം അമ്മയോട്. പെറ്റ് വളർത്തി വലുതാക്കി അവസാന കാലത്ത് തനിക്ക് തുണയാകും എന്ന് കരുതി ആഗ്രഹിച്ച് ജീവിച്ച ഒരമ്മയെയാണ് ആ മകൻ ഇല്ലാതാക്കിയത്, അതും മാരകമായ ലഹരി ഉപയോഗം മൂലം. ഈ ലഹരി കൊണ്ട് ദോഷമല്ലാതെ യാതൊരു ഗുണവുമില്ല. ഈ ലോകത്ത് നടക്കുന്ന സകല കൊള്ളരുതായ്മകളും സകല കൊലപാതകങ്ങൾക്കും കാരണം ഈ മാരകമായ ലഹരി ഉപയോഗം മാത്രമാണെന്നേ നമുക്ക് പറയുവാൻ കഴിയും. കാരണം ഇതിപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം വീട്ടിൽ സ്വന്തം മാതാപിതാക്കളെ കൊന്നു തള്ളുന്ന ഒരു സംഭവങ്ങൾ ഇപ്പോൾ നമ്മൾ ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം മൂലകാരണം എന്ന് പറയുന്നത് അമിതമായ ലഹരി ഉപയോഗം മാത്രമാണ്. ഇതിന് ഇതുവരെ ഒരു പോംവഴി ഒരു സർക്കാരും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. അമിതമായ ലഹരിയുടെ ഒഴുക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അമിതമായ മദ്യപാനവും അമിതമായ ലഹരി ഉപയോഗവും ഇതുമൂലം പല കുടുംബങ്ങളും തകർന്നുകൊണ്ടിരിക്കുകയാണ്. പല കുടുംബങ്ങളിലും നിത്യേന പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഇത് ചെന്നെത്തുന്നത് വലിയ വലിയ കൊലപാതകങ്ങളിലാണ്. ഇവിടെയും സംഭവിച്ചത് തന്നെയാണ്. ആ അമ്മയെ കഴുത്ത് അറുത്ത് കൊന്നു എന്നാണ് പറയുന്നത്. പറയുവാൻ പോലും നമുക്ക് പ്രയാസമാണ്. അത്രയ്ക്ക് സങ്കടകരമായ ഒരു കാര്യം. സ്വന്തം അമ്മയെ യാതൊരു ബോധവുമില്ലാതെ ചെയ്യുന്നതാണ്. അവസാനം ഈ ലഹരിയുടെ കെട്ടിറങ്ങുമ്പോഴാണ് ചിന്തിക്കുന്നത്, ഞാൻ ചെയ്തത് എത്രമാത്രം ക്രൂരതയായിപ്പോയി, മഹാപാപമായിപ്പോയി എന്ന് ചിന്തിക്കുന്നത് അപ്പോഴാണ്. കാരണം ഈ ലഹരി അങ്ങോട്ട് ഉപയോഗിക്കുമ്പോൾ 25 മണിക്കൂർ 24 മണിക്കൂറൊക്കെ യാതൊരു ബോധവുമില്ലാതെ നിൽക്കുകയാണ്. ആരെയും എന്തും ചെയ്യുവാൻ തോന്നും. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ എല്ലാം ലഹരി പോകുമ്പോഴാണ് താൻ ചെയ്ത ഈ മഹാപാപത്തെ ഓർത്ത് പിന്നീട് പശ്ചാത്തപിക്കുന്നത്. പിന്നീട് എത്ര പശ്ചാത്തപിച്ചിട്ടും ഒരു കാര്യവുമില്ല. കാരണം ചെയ്തു കൂട്ടിയ കാര്യം അത്രത്തോളം മഹാപാപമാണെന്നേ നമുക്ക് പറയുവാൻ കഴിയും. മദ്യവർജനം എന്ന് പറഞ്ഞ് നമ്മൾ പരസ്യം കൊടുക്കുമ്പോഴും നമ്മൾ കണ്ടു നോക്കുമ്പോൾ അറിയാം, മുക്കിന് പെട്ടിക്കട പോലെ ബാറും ബിവറേജും തുറന്നു കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് അപ്പുറത്ത് മദ്യവർജനം എന്നുള്ള പരസ്യവും. അതുകൊണ്ട് എന്തോന്ന് പ്രയോജനമാണ്? ഇതാരെ കാണിക്കാനാണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രഹസനങ്ങൾ ആരെ കാണിക്കാനാണ്? എങ്ങോട്ട് തിരിഞ്ഞാലും ബാറും ബിവറേജും മാത്രമേ ഉള്ളൂ. എന്നിട്ട് പറയുന്നത് മദ്യവർജനം എന്നും. മദ്യവർജനത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ കുടിക്കാനുള്ള അവസരം തുറന്നു കൊടുത്തിട്ട് മദ്യവർജനം എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമ്മളിപ്പോൾ പറയുന്നത് മറ്റൊരു വീട്ടിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ നാളെ നമ്മുടെ വീട്ടിലും സംഭവിക്കാം. ഇതിനൊന്നും അധികം താമസമൊന്നും വേണ്ട. നിമിഷ നേരം മതി. ഓരോ വീട്ടിലും തകർന്ന് തരിപ്പണമാകാൻ നിമിഷ നേരം മതി. ഒരു വീട്ടിൽ അമിതമായി മദ്യപിക്കുന്ന ഒരാളുണ്ടെങ്കിൽ, അമിതമായി ലഹരി ഉപയോഗിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഒരു വീട് നരകതുല്യമാണെന്നത് നമുക്ക് പതുക്കെ പറയേണ്ട ഒരു കാര്യമല്ല. പല വീടുകളിലും അച്ഛനമ്മമാർ മക്കളെ ഭയന്ന് ജീവിക്കുകയാണ്. കാരണം ഇതുപോലുള്ള അമിതമായ ലഹരി ഉപയോഗിക്കുന്ന ഒരു മകനുണ്ടെങ്കിൽ ആ അച്ഛനും അമ്മയ്ക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയായി മാറിയിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം കാരണം ഈ അമിതമായ ലഹരി തന്നെയാണ്. അല്ലാതെ വേറെ ഒരു കാരണവുമില്ലെന്നേ നമുക്ക് പറയാൻ കഴിയും. കൂടുതലും ഇതുപോലുള്ള കൊലപാതകങ്ങൾ നടത്തുന്നതെല്ലാം അമിതമായ ലഹരി ഉപയോഗിക്കുന്നവരാണ്. അവർക്ക് ഇത്രമാത്രം വലിയ ക്രൂരമായ പ്രവൃത്തികൾ ചെയ്യാൻ കഴിയും. അവരൊന്നും അറിയാതെ ചെയ്തു പോകുന്നില്ല. കാരണം ലഹരി അങ്ങോട്ട് തലയ്ക്ക് പിടിച്ച് അതിൻ്റെ ആ ഒരു മത്തങ്ങോട്ട് കയറി യാതൊരു സ്ഥലകാല ബോധവുമില്ലാതെ വയലൻ്റ് ആയിക്കൊണ്ട് ഇതുപോലുള്ള ക്രൂരമായ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഈ ലഹരി ഉപയോഗം തടയുക എന്ന് മാത്രമേ ഇതിന് പറയുവാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഈ ലഹരി ഉപയോഗിക്കുന്നവരെ പൊതുസമൂഹത്തിൽ നല്ലവരാക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക, അവരെ ഈ ലഹരിയിൽ നിന്ന് മുക്തരാക്കുവാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക. നമ്മുടെ വീട്ടിൽ ഒരാൾ അമിതമായ ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ അത് അറിയിക്കേണ്ടവരെ അറിയിച്ച് അവരെ നേർവഴിക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ കൊണ്ടുവരിക. അല്ല ഒരിക്കലും ഭയന്നും അല്ലെങ്കിൽ നാണക്കേട് ഓർത്തൊന്നും ഇത് മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ മറച്ചു വെക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ പല കൊലപാതകങ്ങളും പല വീടുകളിലും സംഭവിക്കുന്നത്. സംഭവിച്ചതിന് ശേഷമാണ് ഇതുപോലെ വാർത്തകൾ വരുന്നത്, നമ്മൾ അറിയുന്നത്. ഇനി ഇതുപോലുള്ള വാർത്തകൾ കേൾക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയുവാൻ കഴിയത്തുള്ളൂ. കാരണം ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മൾ ഈ ദിവസവും കേൾക്കുന്നത്. അച്ഛനെ കൊന്നു, അമ്മയെ കൊന്നു, സഹോദരനെ വെട്ടിക്കൊന്നു, സഹോദരിയെ കൊന്നു, മക്കളെ കൊന്നു, ഭാര്യയെ കൊന്നു. ആരെയും തിരിച്ചറിയാൻ വയ്യാത്തൊരവസ്ഥ.
ഇതെല്ലാം കേട്ട് കേട്ട് മനുഷ്യൻ്റെ മനസ്സങ്ങ് മരവിച്ചിരിക്കുന്ന ഒരവസ്ഥയായി നമ്മുടെ സമൂഹം മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം കാരണം ഒന്ന് മാത്രമാണ്: അമിതമായ ലഹരി. അമിതമായ ലഹരി ഈ മണ്ണിൽ നിന്നും തുടച്ചു നീക്കിയാൽ പല കുടുംബങ്ങളും സ്വർഗഭൂമിയായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കുടുംബം മാത്രമല്ല, സമൂഹവും സ്വർഗതുല്യമാകും. ഇതുപോലെയുള്ള അമിതമായ ലഹരിയെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. അല്പസ്വല്പം കഴിച്ചിട്ട് വരുമ്പം നീ ഇച്ചിരി കഴിച്ചോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ആദ്യം പ്രോത്സാഹനം കൊടുക്കും. ഈ പ്രോത്സാഹനം അവർക്കതൊരു ഒരു 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 സന്തോഷമോ, അവർ വീണ്ടും വീണ്ടും ചെറുതായിട്ട് കഴിച്ച് അവസാനം ഇതില്ലാത്തൊരവസ്ഥയിലോട്ടെത്തും. അവസാനം സ്വന്തം വീട്ടുകാർക്കെതിരായിട്ട് തന്നെ തിരിയും. ആദ്യം ചെറുതായിട്ട് ലഹരി ഉപയോഗിക്കും, പിന്നെ പൈസ ഇല്ലാതെ വരുമ്പോൾ വീട്ടുകാരുടെ പൈസ ഉപയോഗിക്കും. വീട്ടുകാർക്ക് കൊടുക്കാൻ നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ ആ വീട്ടുകാരന് ശത്രുക്കളാകും. അവസാനം അവരെ തന്നെ കൊന്ന് തള്ളുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഒരു വീട്ടിലും ഇത് സംഭവിക്കാതിരിക്കട്ടെ. ഒരച്ഛനും അമ്മയും ഇങ്ങനെ മക്കളെ ഭയന്ന് ജീവിക്കാതിരിക്കട്ടെ. എല്ലാ വീട്ടിലും മനസ്സമാധാനം ഉണ്ടാകട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുകയുള്ളൂ. അവസാന കാലത്ത് ഒരു തുണയായി നമ്മളെല്ലാം അവരുടെ കൂടെ കാണുമെന്ന പ്രതീക്ഷയോടെ കൂടെയാണ് ഈ അച്ഛനും അമ്മയും നമ്മളെ സന്തോഷപൂർവ്വം സ്നേഹത്തോടെ ലാളിച്ചും സ്നേഹിച്ചും നമ്മുടെ ആവശ്യങ്ങൾക്കെല്ലാം അനുസരിച്ച് പെരുമാറിയും അവർ നമ്മളെ വളർത്തി വലുതാക്കുന്നത്. അവസാനം നമ്മൾ തന്നെ അവർക്ക് കാലന്മാരായി മാറാതിരിക്കുക. അവർ മനസ്സമാധാനത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കട്ടെ, മനസ്സമാധാനത്തോടെ അവർ വിട പറഞ്ഞു പോകട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഈ അമിതമായ ലഹരി ഉപയോഗം നിർത്തലാക്കുക. കഴിക്കുന്നവരും ഇത് നിർത്തുക. നമ്മുടെ ഭൂമിയെ ഒരു സ്വർഗമാക്കുക, നമ്മുടെ വീട് ഒരു സ്വർഗമാക്കുക എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. നാളെ ഇതുപോലുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ നമ്മൾക്ക് കേൾക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയുവാനുള്ളൂ.